നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി വീണ്ടും മാപ്പ് പറഞ്ഞ് മറ്റൊരു മാനനഷ്ട കേസിൽ നിന്നുകൂടി തടിയൂരിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇത് എത്രാമത്തെ വട്ടമാണ് ഇങ്ങനെ മാപ്പ് പറയുന്നത് എന്ന് കണക്കെടുക്കുക പ്രയാസം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. മുമ്പൊരിക്കൽ മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല, ഞാൻ ഗാന്ധിയാണ് എന്നായിരുന്നു രാഹുൽ വീറോടെ പ്രസംഗിച്ചത്. ആ രാഹുൽ ഇപ്പോൾ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന മട്ടിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ചിൽ മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത് തടിയൂരുകയായിരുന്നു. വിഷയം വളരെ രസകരമാണ്. 2018 ഒക്ടോബറിൽ മധ്യപ്രദേശിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് സംഭവം. അന്ന് ഇന്നത്തെ കേന്ദ്ര കൃഷിമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്നത്. നമുക്കറിയാം, അദ്ദേഹം തുടർച്ചയായി എത്രയോ കാലം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കാർത്തികേയ സിംഗ് ചൗഹാനെതിരെയായിരുന്നു രാഹുൽ ഗാന്ധി വിടുവായത്തരം വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നുമല്ല, പനാമ പേപ്പറിൽ കാർത്തികേയൻ്റെ പേരുണ്ട്. അതായത് കുറേ അഴിമതിക്കാരായ കുറേ വലിയ രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഈ അഴിമതി കഥകൾ പുറത്തു വന്ന ഒരു സംഭവമാണ് ഈ പനാമ പേപ്പർ. ആ പനാമ പേപ്പറിൽ ഇദ്ദേഹത്തിൻ്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്, കാർത്തികേയ സിംഗിൻ്റെ. അതിനകത്ത് അഴിമതി മാത്രമല്ല, മറ്റു പല അനാശാസ്യ പല സംഭവങ്ങളുണ്ട്. നമുക്കറിയാലോ, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. അതുപോലെയുള്ള ഒരു സംഗതിയിൽ കാർത്തികേയ സിംഗിൻ്റെ പേരും ഉണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത്. എന്നാൽ അബദ്ധം മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ തിരുത്തി. തൊട്ടടുത്ത ദിവസം, അതായത് 2018 ഒക്ടോബർ 30 നടന്ന മറ്റൊരു റാലിയിൽ, ഇത് ആദ്യത്തെ റാലി ജബുവ ജില്ലയിലാണ് നടന്നത്, ആ പ്രദേശത്താണ് നടന്നത്. തൊട്ടടുത്ത ദിവസം നടന്ന റാലിയിൽ രാഹുൽ ഇത് തിരുത്തുകയും ചെയ്തു. തനിക്ക് അബദ്ധം പറ്റിപ്പോയെന്നും ഇത് മറ്റൊരു സംസ്ഥാനത്തെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരാണ് ഇങ്ങനെ ഉള്ളതെന്നും ഒക്കെ പറഞ്ഞാണ് രാഹുൽ ദൂരാൻ നോക്കിയത്. ഇനി ആ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ മകൻ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനെ സംബന്ധിച്ച് വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ മാപ്പ് പറഞ്ഞെങ്കിലും കാർത്തികേയ സിംഗ് അത് അംഗീകരിച്ചില്ല. അദ്ദേഹം കേസുമായിട്ട് നേരെ ഭോപ്പാലിലെ MP MLA മാർക്കുള്ള സ്പെഷ്യൽ കോടതിയിൽ അദ്ദേഹം ഫയൽ ചെയ്തു. രാഹുൽ ഗാന്ധി ഇങ്ങനെ തന്നെ അപമാനിച്ചിരിക്കുന്നുവെന്നും ഇത് മാനനഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നും അതുകൊണ്ട് നഷ്ടപരിഹാരം വേണമെന്നൊക്കെ പറഞ്ഞ് സാധാരണ നിലയ്ക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത് പോലെ കേസ് കൊടുത്തു. അവിടെ രാഹുൽ പറഞ്ഞു നിൽക്കാൻ ഒരുപാടൊക്കെ ശ്രമിച്ചു നോക്കി. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് മാത്രമല്ല, താൻ ഈ കാര്യത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ തിരുത്തൽ നടത്തിയെന്നും ഒക്കെ പറഞ്ഞ് അതിൻ്റെ വീഡിയോ അടക്കമാണ് ഈ രാഹുൽ അവിടെ വാദിച്ച് നിന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. രാഹുലിന് അവിടെ പിടി വീഴും, വലിയ രീതിയിൽ തിരിച്ചടി കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ചിലെ സിംഗിൾ ബെഞ്ച്, അതായത് ജഡ്ജി പ്രമോദ് കുമാർ അഗർവാൾ, അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ ഒരു ഹർജി സമർപ്പിച്ചത്. ആ ഹർജിയോടൊപ്പം മാപ്പപേക്ഷ വ്യക്തമായിട്ട് എഴുതി തന്നോട് ക്ഷമിക്കണമെന്നും തനിക്ക് ഖേദമുണ്ടെന്നും അബദ്ധം പറ്റിപ്പോയതാണെന്നും മനഃപൂർവ്വമല്ലാത്ത അബദ്ധമാണ്, അത് ക്ഷമിക്കണമെന്നും ഒക്കെ പറഞ്ഞ് രാഹുൽ വളരെ നല്ല വടിവൊത്ത അക്ഷരത്തിൽ കൈപ്പടയിൽ മാപ്പെഴുതി വക്കീൽ വഴി സമർപ്പിച്ചു. എന്തായാലും കോടതി അത് സ്വീകരിച്ച് കാർത്തികേയ സിംഗിനോടും ആരാഞ്ഞു എന്താണ്. ഇപ്പോൾ രാഹുൽ ഹൈക്കോടതി ബെഞ്ചിൽ, സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിൽ, ജബൽപൂരിലെ ബെഞ്ചിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷ എഴുതി കൊടുത്തതോടുകൂടി കാർത്തികേയ സിംഗും ഒതുങ്ങി. കാരണം ഇനിയും ഈ പാവത്തിനെ പുറകെ നടന്ന് ദ്രോഹിക്കേണ്ട എന്ന് അദ്ദേഹം കരുതി കാണും. ഇപ്പോൾ തന്നെ 100 കണക്കിന് കേസുകൾ രാഹുലിനെതിരെ, ഈ ഡിഫമേഷൻ കേസുകൾ തന്നെ എന്ന് പറയാം. അനേകം കേസുകളുണ്ട്. നേരത്തെ നമുക്കറിയാം RSSനെ കുറിച്ച് പറഞ്ഞത്, അതുപോലെ വീര സവർക്കറിനെ കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വീര സവർക്കറിനെ കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ചും ഒരു കോടതിയിൽ, എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി തന്നെയാണ്, ഗാന്ധി ബ്രിട്ടീഷ് സർക്കാരിന് എഴുതിയ 12 കത്തുകൾ
അത് കോടതി ഉദ്ധരിച്ചു. അതായത് കോടതി തെളിവ് സഹിതമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഗാന്ധി എഴുതിയ 12 കത്തുകളുടെയും വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുലിനോട് ചോദിച്ചത്. അപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു, ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്ത ആളായിരുന്നു എന്ന് സുപ്രീം കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നു. കാരണം അതിനകത്തെല്ലാം ഈ സവർക്കർ കത്തെഴുതുമ്പോൾ എങ്ങനെയാണോ പേര് വച്ചിരുന്നത്, നിങ്ങളുടെ വിനീതദാസൻ എന്നിട്ട് പേര് വെക്കും, അങ്ങനെയാണ് അന്ന് എല്ലാവരും ബ്രിട്ടീഷ് സർക്കാരിലേക്ക് കത്തെഴുതിയിരുന്നത്. ഗാന്ധിയും അതുപോലെ തന്നെ കത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കത്ത് ചൂണ്ടിക്കാണിച്ച് കോടതി ചോദിച്ചത്, എന്താ ഗാന്ധിയും ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നോ, ഗാന്ധിയും ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തിരുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നാണ് രാഹുലിനോട് ചോദിച്ചത്. രാഹുലിന് മറുപടിയൊന്നുമില്ലായിരുന്നു. പകരം വീര ദേശാഭിമാനിയും ധീരനും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെല്ലാം മാതൃകയുമായിരുന്ന ആ മഹാനുഭാവൻ, ആ വീര സവർക്കർ എന്ന ആ മഹാപുരുഷനെ അധിക്ഷേപിക്കാൻ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? രാഹുലിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധി അത് ചെയ്തിട്ടില്ല, രാഹുലിൻ്റെ അമ്മുമ്മ ഇന്ദിരാ പ്രിയദർശിനി അത് ചെയ്തിട്ടില്ല. അവർക്കൊക്കെ വീര സവർക്കറിനോട് വലിയ ബഹുമാനമായിരുന്നു. കാരണം അദ്ദേഹം ആൻഡമാൻ ജയിലുകളിൽ അനുഭവിച്ച പീഡനം, കൊടിയ പീഡനം എന്താണ് എന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരും വീര സവർക്കറിനെ ധീരദേശാഭിമാനിയായും സ്വാതന്ത്ര്യ സമര പോരാളിയായും ഒക്കെ പരിഗണിച്ച് ആദരിച്ചിരുന്നത്. എന്നാൽ രാഹുലിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. ഇന്നിപ്പോൾ വീര സവർക്കറെ ചീത്ത പറഞ്ഞാൽ 4 വോട്ട് കൂടുതൽ കിട്ടും. ഒരു പ്രത്യേക സമുദായത്തിന് അത് വലിയ താല്പര്യമുള്ള കാര്യമാണ്, വലിയ ഇഷ്ടമാണ്. അവരിലെ കുറച്ച് ഫ്രിഞ്ച് എലമെൻസിനെ, അവരെല്ലാവരും അങ്ങനെയാണെന്നല്ല, അതിനകത്തുള്ള കുറച്ച് ഫ്രിഞ്ച് എലമെൻസ്, അതിതീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഇന്ത്യ വിരോധം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ, പിന്നെ ഈ കുറേ വായ് പോയ കോടാലി പോലെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന, പാർലമെൻറ്റിനകത്തും പുറത്തും അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്ന കുറച്ച് ഇടതുപക്ഷക്കാരുണ്ടല്ലോ, കുറച്ച് കമ്മികളുണ്ടല്ലോ, ഈ കമ്മികളെയും തൃപ്തിപ്പെടുത്തുക. കമ്മികളാണ് ഇപ്പോൾ രാഹുലിൻ്റെ ഉപദേശകർ, അല്ലാതെ കോൺഗ്രസ്സുകാരൊന്നുമല്ല. പാവം KC വേണുഗോപാലും ജയറാം രമേശും ഒന്നും, അല്ലെങ്കിൽ പവൻ ഖേരയോ പിന്നെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളോ അല്ല രാഹുലിനെ ഉപദേശിക്കുന്നത്. രാഹുലിനെ ഇപ്പോൾ ഉപദേശിക്കുന്നത് JNUവിൽ നിന്ന് പുറത്തായ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ അപ്പോസ്തലന്മാരായിരുന്ന പഴയ കുറച്ച് SFI നേതാക്കളുണ്ട്. ഈ തുക്കിടെ ഗ്യാങ്, ആ തുക്കിടെ ഗ്യാങ് ആണ് ഇപ്പോൾ രാഹുലിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാഹുലിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ വന്നാൽ, അതായത് നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ വീരപുരുഷന്മാരെയും ഒക്കെ അപമാനിക്കുന്ന, അവരെ അപഹസിക്കുന്ന ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമാ സൗരഭ്യം എന്നാണ്. അതുപോലെ ഈ സഹവാസം എങ്ങനെയാണോ അങ്ങനെയേ നമ്മുടെ പെരുമാറ്റവും വന്ന് ഭവിക്കുകയുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സവർക്കർ ഉൾപ്പെടെയുള്ളവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. അതിന് സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം രാഹുലിന് നിരന്തരം അടികൾ കിട്ടുന്നുണ്ട്. പക്ഷേ എത്ര കൊണ്ടാലും രാഹുൽ പഠിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും രാഹുലിനെ പാഠം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മകൻ കാർത്തികേയ സിംഗ് ചൗഹാനും ഒട്ടും പുറകിലല്ല. കിട്ടിയ അവസരം അദ്ദേഹവും നന്നായിട്ട് വിനിയോഗിച്ചു. ഈ പറഞ്ഞതുപോലെ ഒരു മാനനഷ്ട കേസിൽ ഒടുവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത്, നമ്മൾ മനസ്സിലാക്കണം, വീര സവർക്കറിനെ രാഹുൽ അധിക്ഷേപിച്ചത് മുഴുവനും അങ്ങനെയാണ്. ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പെഴുതി കൊടുത്തു എന്നാണ്. ഇവിടെ അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ മാപ്പെഴുതി കൊടുത്ത് രാഹുൽ തടിയൂരുകയായിരുന്നു. ഇതാണ് രാഹുലിൻ്റെ പ്രവർത്തന പാരമ്പര്യം. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും തന്നെ പറയാനില്ല. പ്രേക്ഷകർ തീരുമാനിച്ചു കൊള്ളുക. ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ, പ്രതിപക്ഷ നേതാവ് പോയിട്ട് ഒരു MP ആയിട്ട്, ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കാനുള്ള യോഗ്യത പോലും അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് നോക്കണേ. വിനാശകാലേ വിപരീത ബുദ്ധി.